പുഴുക്കളെക്കാൾ നികൃഷ്ടമായി ഈ മണ്ണിൽ ചവിട്ടിയടിക്കപ്പെടുന്നവന്റെ പ്രതിനിധിയാണ് ഞാൻ. അങ്ങ് കക്കൂസ് കഴുകിയത് കൊണ്ടോ, അങ്ങയുടെ ഭാര്യ കക്കൂസ് കഴുകിയത് കൊണ്ടോ, അങ്ങ് തെളിവിനെ കെട്ടിപ്പിടിച്ചത് കൊണ്ടോ പരിഹരിക്കാനാവുന്നതല്ല ഞങ്ങൾ അനുഭവിക്കുന്ന വിപത്ത്. ഗാന്ധി ഭവൻ തിയേറ്റർ ഇന്ത്യയുടെ ഗാന്ധി നാടകം രാഷ്ട്രപിതാവിൻ്റെയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും നേർക്കാഴ്ചയായിരുന്നു. ഹൃദയത്തെ തൊട്ടുണർത്തുന്ന ഒട്ടനവധി മുഹൂർത്തങ്ങൾ ഈ നാടകത്തിലുണ്ട്. അതിലൊന്നാണ് ഗാന്ധിയും അംബേദ്കറും തമ്മിലുള്ള സംഭാഷണവും കൂടിക്കാഴ്ചയും. ദേശീയ പ്രസ്ഥാനത്തിലും സ്വാതന്ത്ര്യ സമരത്തിലും സജീവമാകണമെന്ന് ഗാന്ധിജി അംബേദ്കറോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി ചരിത്രത്തിൻ്റെ ചക്രവാളത്തിൽ ഇടിമുഴക്കം സൃഷ്ടിക്കുന്നതായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ മറ്റു കുട്ടികളോടൊപ്പം ഇരിക്കാൻ എനിക്ക് അവകാശമില്ലായിരുന്നു. വീട്ടിൽ നിന്നും കൊണ്ടുപോകുന്നൊരു കേറച്ചാക്ക് വിരിച്ച് ഒരു മൂലയിൽ നിലത്തിരിക്കണം. മറ്റു കുട്ടികൾ ബെഞ്ചിലിരിക്കുമ്പോൾ, ദാഹിക്കുമ്പോൾ പിയോണിനോട് പറഞ്ഞാൽ മതി, വെള്ളം നിന്റെ അടുത്തെത്തുമെന്ന് പ്രധാന അധ്യാപകൻ. ഞാൻ മറ്റു കുട്ടികളോടൊപ്പം പോയി കിണറ് തീണ്ടി അശുദ്ധമാക്കാതിരിക്കാൻ. കാരണം ഞാൻ കറുത്തവനാണ്, ദളിതനാണ്. അംബേദ്കർ എന്നിട്ടും ഞാൻ പഠിച്ചു, ഉന്നത വിജയം നേടി. ബറോഡ രാജാവ് എനിക്ക് സ്കോളർഷിപ്പ് തന്നു. അമേരിക്കയിലെ കൊളംബിയൻ സർവകലാശാലയിൽ ഞാൻ പഠിച്ചു 5 വർഷം. അവിടെ ആരും എന്റെ ജാതിയുടെ പേരിൽ മാറ്റി നിർത്തിയില്ല, ആരും എന്റെ ജാതി ചോദിച്ചതുമില്ല. പക്ഷെ ഇന്ത്യയിൽ ജാതിയുടെ പേരിൽ, നിറത്തിന്റെ പേരിൽ ഞാൻ അവഗണിക്കപ്പെടുന്നു, എന്റെ ജനത ആക്രമിക്കപ്പെടുന്നു. പറയൂ ഗാന്ധി, ഇത് ഞങ്ങളുടെ മാതൃരാജ്യമാണെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഞങ്ങൾ മഹാരാജ് നിലത്ത് തുപ്പാൻ അവകാശമില്ലായിരുന്നു. കഴുത്തിലൊരു ചിരട്ട കെട്ടി തൂക്കി നടക്കണം, പുറകിലൊരു ചൂര് കെട്ടി ചാത്തി നടക്കണം. ഞങ്ങളുടെ കാലടികൾ മണ്ണിൽ പതിഞ്ഞാൽ അത് തൂത്തുകളയാൻ, ഈ മണ്ണിൽ ചവിട്ടാൻ പോലും ഞങ്ങൾക്ക് അവകാശമില്ല എന്ന വൃത്തികെട്ട ആചാരം പറയുമ്പോ പറയൂ ഗാന്ധി, ഇത് ഞങ്ങളുടെ മാതൃരാജ്യമാണോ? ഞാൻ ബ്രിട്ടനിൽ പഠിച്ചു, അമേരിക്കയിൽ പഠിച്ചു, ഒരുപാട് ബിരുദങ്ങൾ നേടി. ബറോഡ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയ എന്നെ ഒരു കാളവണ്ടിക്കാരനോ കുതിരവണ്ടിക്കാരനോ കയറ്റിയില്ല. കാരണം ഞാൻ അവരെക്കാളൊക്കെ താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ട്. ഒരു സത്രത്തിലും എനിക്ക് മുരുകനില്ല, ഞാൻ കീഴ്ജാതിക്കാരനായതുകൊണ്ട്. നിങ്ങൾ ഞങ്ങളുടേത് കൂടിയാണെന്ന് പറയുന്ന ഈ മാതൃരാജ്യത്ത് ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്നത് ഇതാണ് ഗാന്ധി. ഉള്ളവനും ഇല്ലാത്തവരും തമ്മിലുള്ള അന്തരം മാത്രമല്ല ഇന്ത്യയിൽ നിലനിൽക്കുന്നത്, അത് ഞങ്ങളെ മനുഷ്യരെ അംഗീകരിക്കും. പുഴുക്കളെക്കാൾ നികൃഷ്ടമായി ഈ മണ്ണിൽ ചവിട്ടിയടിക്കപ്പെടുന്നവന്റെ പ്രതിനിധിയാണ് ഞാൻ. ദേശീയ രാഷ്ട്രീയം ഞങ്ങളെ പരിഗണിക്കുന്നില്ല, അഡ്രസ് ചെയ്യുന്നില്ല. അങ്ങ് എഴുതിയ ഐത്തമില്ലാതെയായാൽ ജാതി ഇല്ലാതാകുമോ? വർണ്ണവ്യവസ്ഥയിൽ അങ്ങൊരു വൈശ്യനാണ്. വൈശ്യന്റെ തൊഴിൽ കൃഷി, കച്ചവടം. പിന്നെ എങ്ങനെയാണ് അങ്ങയുടെ പിതാവ് പോർബന്തറിലെ പ്രധാനമന്ത്രിയായത്? അങ്ങെങ്ങനെയാണ് ഒരു രാഷ്ട്രീയക്കാരനായത്? ചരിത്ര പുരുഷന്മാരുടെ സമാഗമങ്ങളും അവരുടെ സംവാദങ്ങളും ചരിത്രമായി മാറാറുണ്ട്. അതിലൊന്നായിരുന്നു ഗാന്ധിജിയും അംബേദ്കറും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലെ പ്രതികരണം. അംബേദ്കർ ഉയർത്തിയ കണ്ണീരിന്റെയും പീഡാനുഭവത്തിന്റെയും ചോദ്യങ്ങൾക്ക് മുമ്പിൽ മറുപടി പറയാൻ കഴിയാതെ പകച്ചുപോയ രാഷ്ട്രപിതാവിനെ നമുക്കിവിടെ കാണാൻ കഴിയും. നൂറ്റാണ്ടിനു ശേഷവും നമ്മുടെ രാജ്യവും നമ്മുടെ സമൂഹവും ജാതിവെറിയിൽ നിന്നും വർണ്ണവെറിയിൽ നിന്നും മുക്തമായിട്ടില്ലാത്തതിനാൽ അടിച്ചമർത്തപ്പെട്ടവന്റെ മോചനത്തിനായി അംബേദ്കർ ഉയർത്തിയ ചോദ്യങ്ങൾ അന്നും ഇന്നും എന്നും ഉത്തരം തേടുകയാണ്. തലസ്ഥാന നഗരിയിൽ നടന്ന ആദ്യ പ്രദർശനത്തിൽ തന്നെ ആസ്വാദക ലോകം നൽകിയത് ഗാന്ധി നാടകത്തിനുള്ള വിജയവിധിയായിരുന്നു. പ്രമേയം കൊണ്ടും അവതരണം കൊണ്ടും വ്യത്യസ്തമായ ഈ നാടകം മലയാളക്കരയിൽ കാഴ്ചയുടെ പുതിയ അനുഭവമായി മാറുകയാണ്. കലാ, സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ
നിരവധി പ്രമുഖർ ഗാന്ധി നാടകത്തിന്റെ ആദ്യ പ്രദർശനം കാണാനായി എത്തിയിരുന്നു. പ്രദീപ് ഗുരുകുലം, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.